മക്കളെ, ആദ്യത്തെ NCERT ക്രാക്കർ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഓരോ പേജിനും NCERT പേജുകൾ തന്നെയാണ്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. NCERT പേജുകളാണ് ഇതൊക്കെ, യൂണിറ്റ് മെഷർമെന്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. പക്ക ഓരോ പേജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ആ പേജ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം NCERT തീരുമ്പോൾ എന്താ വരിക. NCERT തീരുമ്പോൾ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ NCERT എക്സസൈസുകളാണ്. അപ്പോൾ NCERT എക്സസൈസ് എന്ത് ചെയ്യും, ചോദ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഈ പ്രാവശ്യം നീറ്റിന് വന്ന പല ചോദ്യങ്ങൾ NCERT എക്സസൈസിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിന്ന് വന്ന ചോദ്യങ്ങളൊക്കെ എക്സസൈസിലെ 2 ടൗണിന്റെ കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ അതിലുള്ളതായിരുന്നു. അപ്പോൾ എക്സസൈസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 25ഓളം പ്രോബ്ലംസ് ഉണ്ട്. ആ 25 പ്രോബ്ലത്തിനെയും എക്സസൈസിനെയും MCQ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ NCERT ഇനി ഏത് പേജിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ എന്തായിരിക്കും, റെഡി ആയിരിക്കും. അതിൽ A to Z കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന പോലെ എക്സസൈസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കും. ഓരോ പേജിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. ഇപ്പം ഈ പാഠത്തിന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ തന്നെ 75 ചോദ്യങ്ങളുണ്ട് NCERT ബേസ് ചെയ്തിട്ടുള്ള. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ DPP ഇത് നിങ്ങൾക്കറിയാം, DPP ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് DPP. ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ഈ പാഠത്തിലുണ്ട് ഏകദേശം 150ഓളം ചോദ്യം. 250ഓളം ക്വസ്റ്റ്യൻസ് ടോട്ടൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ 2 സെഷനിൽ നിന്ന് ഇത് മാത്രം മതി നീറ്റ് ക്രാക്ക് ചെയ്യാൻ. വേറെ എന്താ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ സൈലം എല്ലാത്തിനും റെഡിയാണ്. നിങ്ങൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. നമ്മൾ 9-ാം തീയതി അടിച്ചു പൊളിച്ച് പഠിച്ച് മുമ്പോട്ട് പോകും.